everyone, welcome back to our channel. അപ്പോൾ എന്നും നമ്മൾ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയാറുണ്ട്. വെറൈറ്റി ആവാറുണ്ട്, പക്ഷേ ഇന്ന് ശരിക്കൊരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാനിപൂരി. പാനിപൂരി മാത്രമല്ല, അതിനുള്ള ഫില്ലിങ്, പിന്നെ അതിന് യൂസ് ചെയ്യുന്ന ചട്നി, പാനിപൂരിയുടെ വെള്ളം, പിന്നെ കൂടെ ഒരു റഗഡ ചാട്ടിൻ്റെ റെസിപ്പി. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറേ പേരിൻ്റെ ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ട് ഇതിൻ്റെ റെസിപ്പി എനിക്ക് DM ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് ചെയ്ത്, അതേപോലെ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റയിലെ പേജിൽ. അപ്പോൾ ശരി, റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ റെസിപ്പിയിൽ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റ് പീസാണ്, അതായത് വെള്ളപ്പട്ടാണി. പച്ചപ്പട്ടാണി നമ്മുടെ നാട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫ്രഷ് വേർഷൻ ഇവിടെ മുംബൈയിലൊക്കെ കിട്ടാറുണ്ട്. അതിൻ്റെ തന്നെ വെള്ള കളറിലാണ് ഇത് വരുന്നത്. നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യൽ. അടുത്തതായി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം തന്നെ നമ്മൾ കഴുകി വെച്ചിട്ട് വേണം സോക്ക് ചെയ്യാൻ വെക്കാം. മിനിമം 3 to 4 hours ഇത് സോക്ക് ചെയ്യാൻ വെക്കുക വെള്ളത്തിൽ. അപ്പോൾ അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ഒന്ന് വെള്ളത്തിൽ വെച്ച് കുതിർത്തെടുക്കാം. ഇനി ഞാനിവിടെ 2 വട്ടമാണ് വാഷ് ചെയ്തെടുത്തത്. എന്നിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് അതിങ്ങനെ വെച്ചു 3 to 4 hours. ഇനി ഒന്നുമില്ല, അത് ജസ്റ്റ് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാനുള്ള പണിയുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ചട്നി ഉണ്ടാക്കണമെന്ന് നോക്കാം. ചട്നി അല്ല, ശരിക്കും നമ്മളെ പാനിപ്പൂരിയുടെ ആ ഒരു സ്വീറ്റ് ടാമറിൻഡും ഡേറ്റ്സ് ഉള്ള ഒരു സോസാണ്. ഇവിടെ ഞാൻ സാധാ ഡേറ്റ്സാണ് യൂസ് ചെയ്തിട്ടില്ല. പ്രീമിയം ഡേറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. കഴിഞ്ഞ വർഷത്തിൻ്റെ റംലാൻ്റെ റെസിപ്പീസിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. കുറേ പേര് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഒന്നും കൂടി കാണിക്കാമെന്ന് കരുതി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡേറ്റ്സ് എടുത്തിട്ടുള്ളത്. ഇനി ഡേറ്റ്സിൻ്റെ കുരു നമ്മൾ കളഞ്ഞെടുക്കുക. കാരണം പിന്നെ വേവിച്ച ശേഷം അതെടുക്കാൻ കുറച്ച് പണിയാണ്. നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ട. അപ്പോൾ കുരു സൂക്ഷിച്ചിട്ട് തന്നെ വേണം ഫുള്ളായിട്ട് എടുത്ത് കളയാൻ. അപ്പോൾ നമ്മൾ 1-2 കുരു പെട്ടാൽ പിന്നെ അത് മിക്സിയുടെ ബ്ലേഡിന് പ്രശ്നമാവും. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്തു ഞാൻ. അടുത്തതായി ഇതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ എത്രയാണ് ഡേറ്റ്സ് എടുത്തിട്ടുള്ളത് അത്ര തന്നെയാണ് നമ്മൾ ശർക്കര എടുക്കാൻ വേണ്ടു. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 to 2 കപ്പ് ഡേറ്റ്സ് എടുത്ത് പിന്നെ ഒരു 1.5 കപ്പ് ശർക്കരയും ചേർത്തു. ഇനിയാണ് അടുത്തതായി നമ്മൾ ചേർക്കാൻ പോണത് പുളി. ഒരു കപ്പാണ് ഞാൻ ചേർത്തത്. ഇനി ഇതേ മിക്സ്ചറിൽ നമ്മൾ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരേ മെഷർമെൻറ്റ് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. മെഷർമെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ, അതായത് ഒന്ന് നല്ലൊരു ബോയിൽ വരുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ശർക്കര ഉള്ളതല്ലേ. ഇനി ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്, അതായത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1-1.5 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 to 3/4 ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ചേർക്കുന്നത്, അതായത് ഡ്രൈ ജിഞ്ചർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ. പിന്നെയാണ് നമ്മൾ ചാട്ട് മസാല ഒരു ടീസ്പൂണോളം ആഡ് ചെയ്തിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഈ ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് നമ്മൾ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കാൻ പോകുന്നത്. അതൊരു 1/2 to 3/4 ടീസ്പൂണാണ് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയെടുക്കുക. ഇനി നമ്മുടെ ചട്നീൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒന്നുകൂടി 5 to 10 മിനിറ്റ് നന്നായി ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയത്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം, അതായത് ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞല്ലോ, ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പ്യൂരി പോലെ ആക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ, കാരണം ഈ പേസ്റ്റ് കുറച്ച് തിക്കാണല്ലോ. അപ്പോൾ നന്നായിട്ടൊരു ക്ലിയർ പ്യൂരി പോലെ നമുക്ക് ആക്കിയെടുക്കണം. നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, നോമ്പിന് മാത്രമല്ല അല്ലെങ്കിലും ഞങ്ങളിത് കുറച്ച് അത്യാവശ്യം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഇത് എന്ത് ചാട്ട് ഐറ്റമിനും ഈ ഒരു ചട്നി അത്യാവശ്യമാണല്ലോ. മിനിമം ഒരു 1.5 മാസം അത് ഫ്രിഡ്ജിൽ ഒന്നും ആവാതെ നിൽക്കും. ഇത് ജസ്റ്റ് ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ബാച്ചിനെ ഞാൻ ആക്കിയിട്ടുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെ ഞാൻ വെച്ച്. പിന്നെ വെള്ളം നനയാതെ സ്പൂൺ വേണം യൂസ് ചെയ്യാൻ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. പിന്നെ പാനിപ്പൂരിക്കുള്ളതാണ് ബാക്കിയുള്ള ഉണ്ടാക്കി വെച്ച ഈ ചട്നി ഞാൻ യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം കുറച്ചൊരു ലൂസിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ പാനിപ്പൂരിൻ്റെ നമ്മുടെ ഡേറ്റ്സും ശർക്കരയും അതേപോലെ പുളി ചേർത്തിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാനിപ്പൂരിൻ്റെ എരിവുള്ള വെള്ളത്തിൻ്റെ ഇൻഗ്രീഡിയൻസും
പ്രിപ്പറേഷൻ നോക്കിയാലോ. ഇവിടെ നമ്മൾ പച്ച മസാല എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് മല്ലിയില, പുതിന, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയാണ്, വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യൂല കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് അരക്കാൻ പോകുന്നതാണ്. പ്രോപ്പർ മെഷർമെൻറ്റ്സ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറിയൊരു പീസാക്കിയിട്ട് വേണം ചേർത്തെടുക്കാൻ. അതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ചട്നി പരുവത്തിലാണ് നമ്മളിത് ആക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളവും അതേപോലെ കുറച്ച് മസാലാസ് ചേർത്തിട്ടാണ് പാനിപ്പൂരിയുടെ എരിവുള്ള വെള്ളം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. എരിവും പുളിയും പിന്നെ ചെറിയൊരു മധുരമൊക്കെ ഉള്ള ഒരു ഡിഷാണല്ലോ പാനിപ്പൂരി. അപ്പോൾ ഇതിൻ്റെ വെള്ളവും അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഈ അരച്ച് വെച്ച ചട്നി പോലത്തെ മിക്സ്ചർ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂണോളം ചാട്ട് മസാല, പിന്നെ കുറച്ച് കായം, കുറച്ച് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന അത്ര കുറച്ച് കായം, പിന്നെ കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ, അത് ഒരു ടീസ്പൂണോളം ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, പിന്നെ കുറച്ച് നമ്മൾ സാദാ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 5 to 6 കപ്പ് വെള്ളം ചേർക്കാൻ പോകുന്നുണ്ട്. ഞാൻ കറക്റ്റ് അതിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് വേണം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് ഞങ്ങളൊരു 2 ദിവസം യൂസ് ചെയ്തു, എല്ലാ രഗടയും അതേപോലെ പാനിപ്പൂരി ഇങ്ങനത്തെ കുറച്ച് വിഭവങ്ങൾക്ക് വേണ്ടി. പിന്നെ ഈ പാനിപ്പൂരി ഡിഷ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോമൺ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ജീരകപ്പൊടി, അതേപോലെ ഡ്രൈ മാംഗോ പൗഡർ, ചാട്ട് മസാല, ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയാണ് നമ്മളിത് അടുപ്പത്ത് വെക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് കുറച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിലവരിത് കുക്ക് ചെയ്യും, ചിലവർ കുക്ക് ചെയ്യൂല. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. കുക്ക് ചെയ്യാത്തവരും ഉണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് എവറസ്റ്റിൻ്റെ പാനിപ്പൂരി മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഐസൊക്കെ ഇട്ടിട്ട് തണുപ്പിച്ചിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മളിതിലേക്കുള്ള ഫില്ല് ചെയ്യൂലേ, നമ്മൾ പട്ടാണിൻ്റെ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച് അത് കുക്ക് ചെയ്തെടുത്താലോ. ഒന്നുമില്ല, കുക്കറിൽ ആ ഒരു പട്ടാണി ഫുള്ളും ചേർത്ത് വെള്ളം ഇട്ടിട്ട് ഒരു പൊട്ടാറ്റോ, ഓപ്ഷണലാണ്, പൊട്ടാറ്റോ ഇട്ടാൽ ഒന്നും കൂടി കുറച്ച് ഒരു എന്താ പറയുക കുറുക്കം കിട്ടും നമുക്ക്. അപ്പോൾ അതും ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഇട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് കുതിർത്തിട്ടുണ്ടെങ്കിൽ ഒരു 4-5 വിസിൽ വരെ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയതാ ഇതേപോലെ ആയി വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൊട്ടാറ്റോ സ്മാഷ് ചെയ്യുക. പൊട്ടാറ്റോ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് വൈറ്റ് പീസും സ്മാഷ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു തിക്ക് ഫില്ലിംഗ് പോലെ കിട്ടും. ഇനി അടുത്തതായി നമ്മൾ ഈ പാനിപ്പൂരിയുടെ ഉണ്ടാക്കി വെച്ച വെള്ളം തണുപ്പിച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക, അല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ പൂരീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് നമ്മളെന്തായാലും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് തന്നെ വരും പൂരീൻ്റെ. പക്ഷെ തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. റെഡിമെയ്ഡ് പൂരിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നത്. നല്ല ഫ്രഷ് പൂരി തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഫില്ലിങ് ഇട്ടു. പിന്നെ കുറച്ച് അല്ലാതെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. കുറച്ച് നമ്മുടെ ആ സ്വീറ്റ് ചട്നി ഇട്ടു, പിന്നെ കുറച്ച് എരിവുള്ള വെള്ളം ഇട്ടു. ഇതേപോലെ ഒരു പ്ലേറ്റിൽ ഒരു 5-6 സെറ്റ് ചെയ്യുക. നമുക്ക് ഷോപ്പിലൊരു 6 to 7 പീസാണല്ലോ അവർ സെർവ് ചെയ്യുക. അതേപോലെ ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. ഞങ്ങൾ ഇത്ര കഴിക്കൂ, ഒരു പ്ലേറ്റിൽ ഇത്ര നമ്മൾ കഴിക്കും. പിന്നെ ഇത് നമ്മൾ ആരോടും ഷെയറും ചെയ്യൂല കേട്ടോ. ഒരു പ്ലേറ്റ് പറഞ്ഞാൽ ആ ഒരു പ്ലേറ്റ് നമ്മൾ കഴിച്ചിരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് നമുക്ക് ഈ വിഭവം. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇട്ടു, പിന്നെ സ്വീറ്റ് ചട്നി ഇട്ടു. ഇനി അടുത്തതായി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച എരിവും പുളിയുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. ശരിക്കും നമ്മളതിലേക്ക് പൂരി അങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുക. പക്ഷെ ഇപ്പോൾ ഞാൻ വൃത്തിക്ക് ഹൈജീൻ മസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് ഇങ്ങനെയാണ് കാണിച്ചത്. ഇനി നിങ്ങളെല്ലാവരും പാനിപ്പൂരി എന്തായാലും ട്രൈ ചെയ്യുമല്ലോ. പൂരീൻ്റെ പാക്കറ്റ് കുറേ സ്ഥലത്ത് ഇങ്ങനെ നമ്മളെ പപ്പടം പോലെയും കിട്ടാറുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ഇഫ്താർ ടേബിൾ. നോമ്പ് ഒന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കും. നമ്മളെ വീട്ടിലെ പതിവാണ്. ഫസ്റ്റ് നോമ്പിന് ഇങ്ങനെ മുക്കി കഴിക്കും നമ്മൾ. റെഡിയായി. ഇനി അടുത്തതായി നമുക്ക് റഗഡ പെറ്റീസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്നാക്കാൻ പറ്റിയ ഒരു ചാട്ട് ഐറ്റം. അപ്പോൾ 2 വെള്ളവും, ഇവിടെ എരിവുള്ള വെള്ളവും അതേപോലെ സ്വീറ്റ് ടാമറിൻ ചട്നി അതും കൂടി എടുത്തിട്ട് നമ്മൾ
രണ്ടും കൂടി മിക്സ് ചെയ്യുക. കൂടുതൽ നമ്മുടെ ഡേറ്റ്സും ടാമറിൻഡ് സ്വീറ്റ് ചട്നി കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യുക. അതിൻ്റെ പ്രൊപ്പോർഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പൊട്ടാറ്റോൻ്റെ കട്ട്ലറ്റ്. പൊട്ടാറ്റോ അവിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കട്ട്ലറ്റാണ് ഇത്. ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ആലു ടിക്കി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഓപ്ഷണലാണ്. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് പീസിൻ്റെ ആ ഒരു ഫില്ലിങ് ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് നമ്മൾ റഗഡ എന്ന് പറയുക. ഇതൊന്നും കൂടി ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച വെള്ളം ചേർത്താൽ അത് തന്നെ ലൂസാവും. ഇനിതാ ഇവിടെ ഒരു 4 to 5 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ എരിവും പുളി നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് ഗാർണിഷിങ് ഐറ്റംസ്. അതിൽ നമ്മൾ ചോപ്ഡ് അനിയൻസ് ഉണ്ട്, ചോപ്ഡ് ഉള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് തക്കാളി, കുറച്ച് ചോപ്പ് ടൊമാറ്റോസും ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മിക്സ്ചർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഡ്രൈ മാംഗോ പൗഡറും അതേപോലെ കുറച്ച് ചാട്ട് മസാല വെതിരി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ റഗഡ പാറ്റീസും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാനിപൂരി മസാലയും ചേർത്ത് കൊടുക്കാം. ഈ കാണുന്ന പാനിപൂരി മസാല എവറസ്റ്റ് എന്നുള്ള കമ്പനീൻ്റെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിപൂരിൻ്റെ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ റഗഡ പാറ്റീസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ 2 ചാട്ട് ഐറ്റംസും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയണ ആവശ്യമില്ലല്ലോ. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ എല്ലാവരോടും ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.